ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു എഗ് ഫ്രൈഡ് റൈസാണ്. അതിനായിട്ട് 2 കപ്പ് ബസ്മതി റൈസ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ചോറ് വെക്കാനായിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ഒന്ന് തിളച്ച് വരണം. ഇങ്ങനെ ബബിൾസ് പോലെ വരണം. അപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരിത്തിരി ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. വെളിച്ചെണ്ണ ഒന്നും ചേർക്കണ്ടേ ഇതിൽ. സൺഫ്ലവർ ഓയിൽ തന്നെ ചേർത്താൽ മതി. വെളിച്ചെണ്ണേൻ്റെ വേറൊരു ടേസ്റ്റാണ് വരിക. അപ്പം ഞാൻ എനിക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഗ്രാമ്പൂ 1 ഏലക്കായും ചേർത്തിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. അത് ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമാണ്. പിന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ കുത്തി ഇതാക്കണ്ടേ, അന്നേരം അരി ഒടിഞ്ഞു പോവേ. അപ്പം ഇത് അരി ഇട്ടിട്ട് ആരും എവിടെയും പോകണ്ട, പെട്ടെന്നാവും. ഒന്ന് തിളച്ചാൽ മാത്രം മതിയാവും. അപ്പോഴത്തേക്ക് അരി വെന്ത് പോവും. പിന്നെ വെന്ത് കഞ്ഞിയായിപ്പോയിട്ട് പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലേ. അപ്പോൾ അടുത്ത് തന്നെ നിൽക്കുക. അപ്പോൾ എൻ്റെ ചോറ് ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ അരി ആയിട്ടുണ്ട്. ഒരു 80% ആയാൽ മതിയാവും. ഇത് ഞാൻ കാണിച്ചു തരാം. അതിലത്ര ക്ലിയറായിട്ട് കാണുന്നില്ല. ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരുന്നുണ്ട്. ഇത്രയും മതിയാവും. അന്നേരം തന്നെ പെട്ടെന്ന് തന്നെ കോരി മാറ്റിക്കോ, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പം ഞാനിത് ഊറാനായിട്ട് വെച്ചിട്ടുണ്ട്, അരിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 4 മുട്ട എടുത്തിട്ടുണ്ട്. അതൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി നന്നായിട്ട് ചൂടായി വരണം. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലും കൂടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പം അങ്ങനെ ചൂടായിട്ടില്ല. ഞാനൊന്ന് സ്പൂൺ വെച്ചിട്ട് നോക്കിയതാണ്. ഇപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. മുട്ട നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഒരാവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടിക്കൽ അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇളക്കി എല്ലാവരും ആകുന്ന പോലെ ആക്കി ചിക്കി പൊരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ മുട്ടയായി വന്നിട്ടുണ്ട്. ഇനിയും വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അതുകൊണ്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കാണിക്കുന്നില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2-3 എണ്ണം എടുത്ത്, കുറച്ച് വലുതായിരുന്നു എൻ്റെ കയ്യിലുള്ള. ചെറുതാണെങ്കിൽ 5-6 എണ്ണം എടുക്കുക നിങ്ങൾ. അപ്പോൾ അതൊന്ന് വഴണ്ട് വരട്ടെ. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. ഇത്രയും ആയാൽ മതിയാവും. അതിലേക്ക് നമുക്ക് മിക്സഡ് വെജിറ്റബിൾസാണ് ഞാനിവിടെ എടുക്കുന്നത്. ഗ്രീൻ പീസ്, ബീൻസ്, ക്യാരറ്റ് എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. അതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ മുട്ട ചിക്കി പൊരിച്ച് ചേർത്ത് കൊടുക്കുന്നത്.
എഡിറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്, ക്ഷമിക്കുക. പിന്നെ അതും ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഒരിത്തിരി ഉപ്പ് ചേർത്താൽ മതി. നേരത്തെ നമ്മൾ മുട്ടയിലെല്ലാം ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉള്ളിത്തണ്ടില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിത്തണ്ട് എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് ഓണിയൻ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് കൂടുതലായാലൊന്നും പ്രശ്നമില്ല കേട്ടോ, അതാണ് നല്ല ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റാണ് ഇതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പം ഞാനെല്ലാം ഇടുന്നതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ചോറ് കൂടി ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കയ്യിൽ ഫോണുള്ളത് കൊണ്ടാണ് കാണിക്കാത്തത്. എന്നിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1.5 സ്പൂണ് ചെറിയ ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്തത്. നിങ്ങൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് കേട്ടോ, കുറച്ചൊരു സ്പൈസ് വേണ്ടേ, അതുകൊണ്ട്. പിന്നെ ഞാൻ സോയ് സോസ് 1.5 സ്പൂണ് ചേർക്കുന്നുണ്ട്. അതേപോലെ കെച്ചപ്പില്ലേ അത് 1 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ. അതുകൊണ്ട് ഇങ്ങനെയാണ്. അതെല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞു ഗൈസ്, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഭയങ്കര പണിയാണ്, ഇതെല്ലാം പെട്ടെന്നാവും. സാധനങ്ങളുണ്ടെങ്കിൽ പെട്ടെന്നാവും. അപ്പോൾ ആയി, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെയും ചെമ്പ് തന്നെ കാണിക്കുന്നുണ്ട്. ചെമ്പ് എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ ചോറ് വെക്കുന്ന പാത്രത്തിന് പറയുന്നതാണ്. സോറി അത് അങ്ങനെ പറഞ്ഞതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.